നമസ്കാരം, ഞാൻ MS. ലോകത്ത് അസാധാരണമായിട്ടുള്ള സ്വയം ശുദ്ധീകരണ ശക്തിയുള്ള ഒരു നദിയാണ് ഗംഗ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രമുഖ ശാസ്ത്രജ്ഞന്റെ ഒരു പഠനം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഏതാണ്ട് 60 കോടിയിലധികം ആളുകൾ കുംഭമേളയിൽ സ്നാനം ചെയ്തിട്ടും ഗംഗ രോഗാണുക്കളിൽ നിന്ന് മുക്തമായി തുടരുകയാണെന്നും അതിന് കാരണം എന്ന് പറയുന്നത് മറ്റൊരു നദിക്കുമില്ലാത്ത സ്വയം ശുദ്ധീകരണ ശക്തിയാണ് എന്നുള്ളതുമാണ് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനായിട്ടുള്ള പത്മശ്രീ ഡോക്ടർ അജയ് സ്തോഗർ പറയുന്നത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 1100 തരം ബാക്ടീരിയകളാണെന്നുള്ളതാണ് കണ്ടെത്തൽ തന്നെ. മാത്രമല്ല അവ സ്വാഭാവികമായിട്ട് ഈ ജലത്തെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. മലിനീകരണം ഇല്ലാതാക്കിയിട്ട് ഏതാണ്ട് 50 മടങ്ങ് കൂടുതൽ രോഗാണുക്കളെ കൊല്ലുകയും അവയുടെ RNA മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത്രയും അസാധാരണമായിട്ടുള്ള സ്വയം ശുദ്ധീകരണ ശക്തിയുള്ള ലോകത്തിലെ ഏക ശുദ്ധജല നദിയാണ് ഗംഗയെന്നും അജയ് സ്തോഗർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ഗംഗയുടെ ശക്തിയെ കടൽ വെള്ളത്തിലേക്ക് ഉപമിച്ച അദ്ദേഹം മലിനീകരണത്തെയും ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളെയും ഇല്ലാതാക്കുന്ന ഗംഗയിലെ ബാക്ടീരിയ ഫേജുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഗംഗയുടെ സുരക്ഷാ ഗാർഡ് എന്നറിയപ്പെടുന്ന ഈ ബാക്ടീരിയ ഫേജുകൾ തൽക്ഷണം തന്നെ നദിയെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഗംഗാ വെള്ളത്തില് ഏതാണ്ട് 1100 തരം ബാക്ടീരിയ ഫേജുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തല്. അവ സുരക്ഷാ ഗാർഡുകളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും അവയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ബാക്ടീരിയകളെക്കാൾ 50 മടങ്ങ് ചെറുതാണെങ്കിലും അത് ബാക്ടീരിയ ഫേജുകൾക്ക് അവിശ്വസനീയമായിട്ടുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ്. വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും ശക്തി കൂടുതലാണ്. അവ ബാക്ടീരിയകളിൽ നുഴഞ്ഞു കയറുകയും അവയുടെ RNA ഹാക്ക് ചെയ്യുകയും പിന്നീട് ഈ ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് മഹാകുംഭമേളയിൽ പങ്കെടുത്തിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പുണ്യസ്നാനം ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഗംഗയിലെ അണുക്കളെ പൂർണ്ണമായിട്ടും ബാക്ടീരിയ ഫേജുകൾ നിർവീര്യമാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളെ മാത്രമേ ഇവ നശിപ്പിക്കുകയുമുള്ളൂ. മാത്രമല്ല ബാക്ടീരിയ ഫേജുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവ ഓരോ ഫേജും, അതായത് വളരെയധികം വേഗത്തിൽ 100 മുതൽ 300 പുതിയ ഫേജുകളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആക്രമണം വളരെ വേഗത്തിൽ തുടരാനും ഈ ബാക്ടീരിയ ഫേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവർക്ക് സ്വയം ഈ ബാക്ടീരിയ ഫേജുകൾക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഉള്ള ബാക്ടീരിയ ഫേജുകൾ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ ബാധിക്കാതെ ഇവയ്ക്ക് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളെ തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കാനുള്ള കഴിവ് പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ബാക്ടീരിയ ഫേജുകളുടെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള സാധ്യതകളും ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാര് വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അതുല്യമായിട്ടുള്ള ഈ സ്വയം ശുദ്ധീകരണ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുള്ള ഒരു സന്ദേശമായിട്ടാണ് കാണുന്നത്. നദി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം ബാക്ടീരിയ ഫേജുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. മാത്രമല്ല മനുഷ്യരാശി ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ക്യാൻസർ ജനിതക കോഡ്, സെൽ ബയോളജി, ഓട്ടോഫാഗി എന്നിവയിലെ ആഗോള ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഡോക്ടർ സ്തോഗർ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം വാഗനിഹാൻ സർവകലാശാല, റൈസ് സർവകലാശാല, അതേപോലെ തന്നെ ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഹാർഡ്വേർഡ് മെഡിക്കൽ സ്കൂള് തുടങ്ങിയിട്ടുള്ള പ്രമുഖ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് ഇദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. മാത്രമല്ല പോഷകാഹാര കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, പ്രമേഹം എന്നിവയിലും അദ്ദേഹത്തിന്റെ ഗവേഷണമുണ്ട് എന്നുള്ളതാണ്. US-ലെ തന്നെ ഹ്യൂസ്റ്റണിലെ റൈസ് സർവകലാശാലയിൽ നിന്നുള്ള DNA-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജൈവ ജനിതക കോഡിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും വളരെയധികം ശ്രദ്ധേയമാണ്.